സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. എന്നാ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങള് കാരണം. മഞ്ജു പത്രോസ് അടുത്ത സബ്സ്ക്രിപ്ഷൻ ദിവസം കഴിയുന്നോറും സബ്സ്ക്രിപ്ഷന്റെ എണ്ണം കൂടുന്നല്ലാണ്ട് കുറയത്തില്ല. എല്ലാവരും രേണുസുദിനെ പോലെ അപരാധം കാണിച്ചുകൊണ്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ആണെന്ന് അല്ല. കാരണം അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും അവരെങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നുള്ളതും ഇനി എന്താണ് ആ വീഡിയോ വഴി അങ്ങേര് അല്ലെങ്കിൽ അവരെ കാണിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപരാധം കാണിക്കലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാര് ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്നും എങ്ങനെയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അവര് വ്യക്തമായിട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ പറഞ്ഞു തരും. ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിഖിൽ, അമൽ, സൂരജ്, ഷോൺ. ഞാൻ നമ്മുടെ അലിയൻസിന്റെ ലൊക്കേഷനിലാണ് കേട്ടോ. അലിയൻസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ശ്രീജിത്ത്. ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. തോന്നും. കാരണം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപരാധം കാണിക്കലാണ് എന്ന രീതിയിലാണ് ആൾക്കാരിനെ കുറച്ച് പേര് ചേർന്നിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ മീൻസ് അപരാധം. അങ്ങനെയാണല്ലോ ചില ആൾക്കാർ അതിനെ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. സ്വാഭാവികമായിട്ടും പറയാൻ വേണ്ടി നാണക്കേടൊക്കെ തോന്നും. കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാല് അതിനെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോ പറയാൻ പോകുന്ന സംഗതിനെ ഭയങ്കരമായിട്ട് ഈ ദുരുപയോഗം ചെയ്ത് അത് പുറത്തു പറയാൻ പറ്റാത്തൊരു സാധനമായിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ അത് അപരാധം കാണിക്കാനുള്ള എന്തോ ഒന്നാക്കി മാറ്റിയേക്കുവാണ് ഇവിടെയുള്ള ആൾക്കാര്. അതങ്ങനെയല്ല എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരും പറഞ്ഞു കൊടുത്താലും പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ എനിക്കും കൂടെ തന്നതാണ്, മെറ്റ എനിക്കും കൂടെ തന്നതാണ്. ഇതാണ് ഡയലോഗ്. മെറ്റ കൊടുത്തതിന്റെ അർത്ഥം അതിൽ കയറിയിരുന്ന അമ്മാതിരി അപരാധം കാണിക്കണം എന്നുള്ളതല്ല. മാന്യമായിട്ട് എന്താണോ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. മഞ്ജുപെണ്ണെ, എടി രാധിക, എന്തോ ഞാൻ പറയാൻ പോയത്, എനിക്ക് ഈ ഇൻസ്റ്റയില് മറ്റേ സബ്സ്ക്രിപ്ഷന്റെ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോ ഞാനെന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങള് കാരണം ചില ആൾക്കാർ കാണിക്കുന്ന തോന്നിയവാസവും അപരാധവും കാരണം മാന്യമായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ തീരുമാനിച്ച ഒരാളുടെ മേലേക്കും അതേ തോട്ടോടെ അതേ ചിന്തയോടെ ആൾക്കാർ പോവും. കാരണം അവർക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഒരു സമയം കഴിയുമ്പം ഇതും പഴയ പോലെ ആവും, അല്ലെങ്കിൽ പഴയ രീതിയിൽ ചിന്തിക്കും, പഴയ ആൾക്കാരെ പോലെ ആ വഴിക്ക് പോവും. അതായത് മറ്റേ ആൾക്കാർ ചെയ്യുന്നത് എന്താണോ ആ വഴിയിൽ ഒരു സമയം കഴിയുമ്പം ഇതും കിട്ടും. ആ ഉള്ള ധാരണയിലാണ് ആൾക്കാർ പോയി സബ് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പറയാൻ പറ്റത്തില്ല. കാരണം മെന്റാലിറ്റിയാണ്. ചിലപ്പം കുറെ കഴിയുമ്പം ചെയ്യും എന്നല്ല, സപ്പോസ് ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് മാറി ചിന്തിക്കാം. ഫ്യൂച്ചറാണ്. എന്തായാലും ഇപ്പൊ അവരെന്തായാലും ആ രീതിയിലല്ല സംസാരിക്കാൻ നിൽക്കുന്നതെന്നും ആ രീതിയിലല്ല ഈ സബ്സ്ക്രിപ്ഷനെ കാണുന്നതെന്നും കൊണ്ടുപോകുന്നതെന്നും അവര് തന്നെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കും കൂടെ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ മോശമായി പോയി. അത് അങ്ങനത്തെ ഒരു നിലയിലേക്ക് അത് വന്നു പോയി. പറയുന്ന കാര്യം പറയുവാടാ. അപ്പോ ഞാന് എന്റെ അനുഭവങ്ങള്, അപ്പൊ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണ്. നിങ്ങൾ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോ കേട്ടല്ലോ. ഇപ്പൊ എന്തായാലും അവരുടെ ഉദ്ദേശം അപരാധം എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അപരാധം പ്രതീക്ഷിച്ചു കൊണ്ടുപോയിട്ട് ആരും സബ് ചെയ്യരുത്. കാരണം അപരാധം ഒന്നും ഇപ്പൊ അതിന്റെ അകത്തൊന്നും കിട്ടത്തില്ല.
ഇൻ ഫ്യൂച്ചർ ആണ്, ഭാവിയാണ്, ആൾക്കാരാണ്, മൈൻഡ് സെറ്റ് മാറുമായിരിക്കും. എന്തായാലും ഇപ്പം അവർ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, മാന്യമായിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടിയിട്ട്, മാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മാന്യമായിട്ടുള്ള എന്തേലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോയി അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ താല്പര്യമുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. അല്ലാത്തവർക്ക് പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ള അനുഭവങ്ങള്, അതല്ലാത്ത എൻ്റെ ജീവിത യാത്രകള്, ഇനി എന്തെങ്കിലും ചെറിയ യാത്രകൾ പോവാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ രസകരമായിട്ടുള്ള, എൻ്റെ വിഷമിപ്പിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ, അങ്ങനെ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റുന്നവര് ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പോലെ ഇതില്ല, മറ്റേതില്ല കേട്ടോ. അത് ആദ്യമേ പറഞ്ഞേക്കാം. മുത്ത എന്തെങ്കിലും പറയടി എന്റെ ആൾക്കാരോട്. എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. രണ്ടുപേരും ഓൾറെഡി ആയിട്ടുണ്ട്. മുത്തോട്ട് വേറൊരാൾ ഓൾറെഡി എടുത്തു. അപ്പൊ 2 പേരുണ്ട്. 5 പേരാണെങ്കിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഞാൻ തരും, കണ്ടന്റ് തരും. ഹായ് പറയൂ. അപ്പൊ ഇനിയിപ്പൊ ആരൊക്കെ ഉള്ളേന്ന് നോക്കട്ടെ. മറ്റേതേതാ? മറ്റേതില്ലടാ. കിച്ചു, അഖിൽ. ഹായ് മഞ്ജു ചേച്ചി. ലൊക്കേഷനിലാണോ? അതെ, അലിയൻസിന്റെ ലൊക്കേഷനിലാണ്. സൂര്യനാരായണൻ, വി ശീതൾ, മുത്തിന് ഹായ്. കാശ് പറ. കാശ് നിങ്ങൾ, എന്റെ പൊന്നു മോനെ, നിന്നോടൊക്കെ കാശ് പറയേണ്ട കാര്യണ്ടാ. നീ നമ്മുടെ കൂട്ടുകാരനല്ലേ സഖാവേ. അപ്പൊ എന്നോട് കാശൊന്നും പറയില്ല. അനക്ക് ഉള്ള പോലെയൊക്കെ താ. തക്കുടും ഇല്ല, തക്കുടുവിൽ ഇന്നില്ല. അനുമോൾ, പ്രിയ ഹലോ ചേച്ചി. എന്തോ സൂര്യനാരായണൻ ഹായ്. ഹരിത ഹരി ഹായ് ചേച്ചി. ഹായ് ഷിനെ. പെണ്ണുങ്ങളും ഒക്കെ വന്നോട്ടെ എന്റെ സബ്സ്ക്രിപ്ഷൻ. ആണുങ്ങൾ മാത്രം പോരാ, പെണ്ണുങ്ങളും വേണം. എനിക്ക് ഫ്രീ. നീ പോണേ ഇറക്കാം അവിടെ നിന്ന്. ഇവിടെ ഫ്രീ പരിപാടികളൊന്നുമില്ല. ചില ആൾക്കാരെ പോലെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചാരിറ്റി ഞാൻ ചെയ്തോളാം എന്നൊന്നും അവർ ഇവിടെ പറയുന്നില്ല. ബാക്കി എല്ലാ പൈസ കിട്ടുമ്പോഴും അവർക്ക് ചാരിറ്റി ചെയ്യണ്ട. പക്ഷെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്ന പൈസക്ക് അവർക്ക് കൊണ്ട് ചാരിറ്റി ചെയ്യണം. ആരെയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. രേണുമ്മച്ചിയുടെ കാര്യം പറഞ്ഞത്. രേണുമ്മച്ചി പലയിടത്തും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തുവാ സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടുന്ന പൈസക്ക് ഞാൻ ചാരിറ്റി ചെയ്യും, അതിൽ കുറച്ച് പൈസ എടുത്ത് ചാരിറ്റി ചെയ്യും, വേറെ ഒരു ഇതും വെച്ചിട്ട് അവർക്ക് ചാരിറ്റി ചെയ്യണ്ട. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന പൈസക്ക് അവർ ചാരിറ്റി ചെയ്യും. ഭയങ്കര മനസ്കഥയാണ്. വല്ലാതെ മനസ്കഥ ആരും കാണാതെ പോയത്. ഓക്കെ, കഷ്ടടേ ഈ കാര്യമൊക്കെ. വേറെ ഒരു രീതിയിലും ബാക്കിയുള്ള ആൾക്കാർ മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ട് ചാരിറ്റി ചെയ്യുന്നതിൽ ഒരു അന്തസ്സുണ്ട്. ഇത് അവിടെ ഇവിടെ ഒക്കെ ഉള്ള സംഭവം വെച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് ചാരിറ്റി ചെയ്യാൻ നടക്കുന്നു. ഉളുപ്പ് വേണം മനുഷ്യന്മാരായാല്. ആ സാധനം ഇല്ല, അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. സുധിച്ചേട്ടന്റെ പിറന്നാള് എന്തായാലും കിച്ചു വഴിയാണ് അമ്മച്ചിക്ക് ഓർമ്മ വന്നത്. ഇനിയിപ്പം മരണ ദിവസം കുറച്ച് നേരത്തെ ആൾക്കാരോട് പറഞ്ഞേക്കാം. കാരണം കുറെ കഴിയുമ്പോ ഇതുവഴി കിട്ടുന്ന ട്രോളൊന്നും കിട്ടണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞത്. ജൂൺ 5 ഇന്ന ദിവസമാണ്, ചടങ്ങൊന്നും ഇല്ല. വല്ലതൊക്കെ പോയി വല്ല പണിയെടുക്കുന്നല്ലേ. ശരിയെന്നാ.